നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. എന്തായാലും ഇന്നലത്തെ ദിവസം ഇന്നലെ നടന്ന അടി ഒരു കേക്കിന്റെ ഒരു ജസ്റ്റ് ചെറിയൊരു പീസ് ഓഫ് കേക്കിന്റെ മുകളിൽ തുടങ്ങിയിട്ടുള്ള ഒരു അടി കൊലപാതകത്തിൽ ചെന്നെത്തിയിട്ടുണ്ട്. ഇന്നിപ്പോ വീണ്ടും ഞാൻ ഈ ഒരു വീഡിയോ ഈ ഒരു ടോപ്പിക്കായിട്ട് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഇടപെട്ടിട്ടൊന്നുമില്ല. നമ്മൾ അറിഞ്ഞ് സംസാരിച്ചിട്ടുള്ള ഒരു കേസ് അതിന്റെ പര്യവസാനം അതിന്റെ എൻഡിലേക്ക് എത്തി എന്നുള്ളതാണ് കഥകളിൽ നിന്ന് മനസ്സിലാവുന്നത്. കഥകൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടോ അല്ലേ? പക്ഷെ ഇത് ആ കഥയല്ല കേട്ടോ, ഇത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ദിയ കൃഷ്ണ വീണ്ടും ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടിട്ടുണ്ട്. എനിക്കും ചില കാര്യങ്ങൾ എന്തൊക്കെയോ മനസ്സിലായി. ആ മനസ്സിലാക്കിയത് ശരിയാണോ എന്ന് നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാനും അതിനെക്കുറിച്ച് കുറച്ച് ചർച്ചകൾ ചെയ്യാനും, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അധികം ഡെക്കറേഷൻ ഒന്നും ഇല്ലാണ്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കണം. പക്ഷെ അതിന് മുന്നേ ഒരു 1-2 കാര്യം പറയട്ടെ. ഈ സംഭവം കംപ്ലീറ്റ് നടന്നത് എന്താ കാരണം അറിയോ? ഇതിൻ്റെയൊക്കെ മെയിൻ റീസൺ ഇപ്പോൾ ദിയ കൃഷ്ണയുടെ 2 കാര്യമാണ്. ഒന്ന്, ദിയ കൃഷ്ണ സായി കൃഷ്ണന്റെ പിന്നെ ഒരു ഫോട്ടോ മറ്റേ അവർ കിസ് ചെയ്യുന്നതിൻ്റെ അടി കൊണ്ടുപോയിട്ട് ഏതോ ഒരു വളി തന്നെ, ഏതോ വേട്ടാവളി, ഞാൻ അവൻ്റെ അവസ്ഥ ആലോചിക്കുക. ഈ ലോകത്തിന്റെ ഏതോ കോണിൽ അവനിരുന്ന് ചിരിക്കുന്നതായിരിക്കും. എല്ലാത്തിനും തീ കൊളുത്തിയിട്ട് ഒരു ഭാഗത്ത് മുണ്ടാതെ നൈസായിട്ട് ഇത് കണ്ട് ചിരിക്കുന്നുണ്ടായിരിക്കും. അവൻ്റെ ഒരു കമൻ്റാണ്, അവൻ്റെ ആ കുള്ളൻ വിളിയുടെ ഒറ്റ കമൻറ്റ് കാരണമാണ് അതിൻ്റെ അടി കൊണ്ട് ഈ അമ്മ കൊണ്ട് കമൻ്റ് ഇട്ടതും. ഇങ്ങനെ ഇന്നലെ ഭയങ്കരമായിരുന്നു. എയറും ബഹിരാകാശം എല്ലാം ഒരുമിച്ച് കണ്ടിട്ട് അവിടെ അങ്ങനെ പാറി നടക്കായിരുന്നു. മിക്കവാറും അത് കഴിഞ്ഞിട്ടോ, ആ വിഷയം കഴിഞ്ഞു. ഇത് അപ്പം ആ ഒരു സംഭവം, ആ ഒരു മനുഷ്യനെ നമ്മൾ വിസ്മരിക്കാതെ വയ്യ. ആ കമൻ്റ് ഇട്ടവനെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നു. ഇവൻ്റെ ഒരു കമൻറ്റ്, അപ്പം അത് ഇട്ടിരിക്കുന്നത് സായി കൃഷ്ണൻ്റെ ഇതിനിടയിലാണ്. രണ്ടാമത് സിജോൻ്റെ കേക്ക് ഇഷ്യൂ. ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത് ദിയ കൃഷ്ണയുടെ ഒരു മാപ്പ് കഥ ഉണ്ടല്ലോ. മാപ്പല്ല ഇത്, മാപ്പ് രമേശൻ പറയില്ല, മാപ്പായിരുന്നില്ല അത്. പക്ഷെ ഇന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ടോ കേട്ടോ. കാരണം സോറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥ കണ്ടു. കഥ ഇൻ ദ സെൻസ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി. അപ്പോൾ ഇതിന് സംഭവിക്കാനുള്ള റീസൺ ഇന്നലത്തെ ആ കഥയിൽ പറഞ്ഞിട്ടെന്താ വെച്ചാൽ, ബിഗ് ബോസ് ഇതൊന്നും ആരാന്ന് എനിക്ക് അറിയില്ല. ഇവരൊക്കെ ബിഗ് ബോസിൽ പിന്നെയാണ് മനസ്സിലായത് ഇവർ ബിഗ് ബോസ് താരങ്ങളാണെന്നുള്ളത്. സത്യത്തിൽ അതാണ് നിങ്ങളുടെ മിസ്റ്റേക്ക്. ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാവരുടെയും മിസ്റ്റേക്ക് ഒറ്റ മിസ്റ്റേക്കാണ്. ബിഗ് ബോസ് എന്നിട്ടുള്ള പരിപാടി നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കി വിടരുത് മക്കളെ. റീസൺ എന്താ പറയാൻ കാരണം അറിയോ? 2 കാര്യമാണ് നമുക്കിതിൽ പറയാനുള്ളത്. ഒന്ന്, ബിഗ് ബോസ് എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ സിജോ എന്താണെന്ന് അറിയുമായിരുന്നു. ബിഗ് ബോസ് എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ സായി കൃഷ്ണൻ എന്താണെന്ന് അറിയുന്നു. നിങ്ങൾക്കറിയുന്നത് ഇപ്പോഴും സീക്രട്ട് ഏജന്റിനെ മാത്രമാണ്. പക്ഷേ അതിലൊരു സായി കൃഷ്ണൻ ഉണ്ടായിരുന്നു. ആ സായി കൃഷ്ണന്റെ കഥകൾ പ്ലസ് ആ സായി കൃഷ്ണൻ ആരായിരുന്നു എന്നുള്ള കാര്യം, ഈ 2 സംഗതികളും അറിയാതെ പോയതാണ് ഏറ്റവും വലിയ പ്രശ്നം. സിജോന്റെ കാര്യം പറയട്ടെ, വെറും ഒരു തീയായിട്ട് വന്നിട്ട് കാട്ടുതീയായി മാറിയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു നമ്മുടെ സിജോ. ഒരു തീയായിട്ട് വന്ന മനുഷ്യനാണ്. അയാൾ കാട്ടുതീയാക്കി മാറ്റിയാരറിയോ? റോക്കി. ഏത് റോക്കി? വയലൻസ് ആ റോക്കി അല്ല, വേറെ റോക്കി ഉണ്ട്. വയലൻസ് മറ്റേ KGF റോക്കി ക്യാമറ ഓണാക്കുമ്പോൾ മാത്രമേ വയലൻസ് ഉള്ളൂ. മറ്റേ ചങ്ങായി വേറെ എന്തൊക്കെയോ കഥയിൽ എന്തൊക്കെയോ മറന്ന് ആ ക്യാമറ കണ്ടപ്പോൾ സിനിമേൻ്റെ ക്യാമറ എന്ന് വിചാരിച്ചല്ല സിജോനെ കയറി അടിച്ചു. ഈ കഥയൊക്കെ വല്ലതും അറിയോ ദിയ കൃഷ്ണ? ഇതൊന്നും അറിയണ്ടാവില്ല. ഇതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ഇതൊക്കെ പറഞ്ഞുതരാൻ നമ്മളിപ്പോൾ എപ്പോഴും ഇങ്ങനെ ഇതേപോലെ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കാറിൽ വന്ന് ഇരുന്നവരൊന്നുമില്ല. ഇതൊക്കെ ചില കാര്യങ്ങളൊക്കെ ചില ആൾക്കാർ പറഞ്ഞ സമയത്ത് കേൾക്കണം, മനസ്സിലാക്കാതിരുന്നാൽ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം ആ ഒരു തീ ഉണ്ടല്ലോ, തീയുമായി വന്നവനായിരുന്നു സിജോ. ആ വീട്ടിലേക്ക് എത്ര ആൾക്കാരുണ്ടായിരുന്നു? 36 എത്ര? ആ വീട്ടിലേക്ക് ഒരു തീയുമായി വന്ന സിജോനെ ഒരൊറ്റ ഇടിയുടെ ബലത്തിൽ അതിനെ പറഞ്ഞയച്ചു. പക്ഷേ സിജോ തിരിച്ചു വന്നത് ഒരു കാട്ടുതീയായിട്ടായിരുന്നു. നമ്മളൊക്കെ മറന്നു അല്ലേ? പക്ഷേ ദിയ കൃഷ്ണയ്ക്ക് അറിയേണ്ടായിരുന്നു. നാം മറന്ന ഈ ബിഗ് ബോസ് കണ്ട ആരെങ്കിലും ആളെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ആ കാട്ടുതീയുമായി വന്ന സിജോനെയാണ് ഈ ദിയ കൃഷ്ണ പോയിട്ട് മാന്തിയത്. മനസ്സിലായോ? എന്ത് ഉണ്ടാവും കാട്ടുതീനെ മാന്തി കഴിഞ്ഞാൽ? ആ കാട്ടുതീയിൽ എരിഞ്ഞ് ചാമ്പലായി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അയാൾക്ക് അവിടെ കത്തിക്കാൻ പറ്റാത്ത ആ തീയും കംപ്ലീറ്റ് കാര്യങ്ങൾ അയാളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അത് മനസ്സിലാക്കണം. ഒരു കാട്ടുതീനെയാണ് നിങ്ങൾ തൊട്ടിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോറി കണ്ടു, ദിയയുടെ സ്റ്റോറി കണ്ടു, ഉണ്ണി മുകുന്ദൻ ഇട്ടിട്ടുള്ള സ്റ്റോറി. നിങ്ങൾക്കത് മാത്രമേ അറിയുള്ളൂ. ഒരു സീക്രട്ട് ഏജന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ണി മുകുന്ദനെ മാത്രമേ അറിയുള്ളൂ. അതായത് പണ്ടൊരു ഉണ്ണി മുകുന്ദനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അന്ന് മാളികപ്പുറത്തിലുള്ള ഉണ്ണി മുകുന്ദനിൽ സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് ഈ എന്താ പറയുക, ഈ പുതിയ പഠനമല്ലോ മാർക്കോ 2-ലെത്തി നിൽക്കുന്ന സീക്രട്ട് ഏജന്റുള്ള അതിൻ്റെ നടുക്കൊരു വ്യക്തിയുണ്ട്, സായി കൃഷ്ണൻ. നിങ്ങളത് അറിയാതെ പോയി. അത് അറിഞ്ഞിരുന്നെങ്കിൽ സ്റ്റോറിയുടെ മാലപ്പടക്കായനെ. നിങ്ങൾ അവിടെ പോയി സ്മൈലി ഇട്ടിട്ട് അതിന് പകരം ഈ ഒരൊറ്റ സ്റ്റോറി സീരിയസ് ആയിട്ട് കേട്ടോ, ഇവർക്കത് അറിയാത്തോണ്ട് കേട്ടോ. ഇവർ ഈ ബിഗ് ബോസ് കണ്ടിരുന്നെങ്കിണ്ടല്ലോ, ഈ സായിൻ്റെ എന്തെല്ലാം ഒരു സ്റ്റോറി ഇട്ടല്ലോ, ഉണ്ണി മൂന്തൻ ആ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റോറിയൊക്കെ ഇവരിട്ടല്ലോ. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ ഇവരുടെ സ്റ്റോറി പറഞ്ഞാൽ ട്രെയിൻ പോലെ ആയനെ, മാലപ്പടക്കം പോലെ ആയനെ.
അപ്പോൾ അതിനിടയ്ക്കുള്ള ഒരു സായി കൃഷ്ണനെ നിങ്ങൾ അറിയാതെ പോയി. അതുകൊണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി ദയവ് ഇത് മിസ്സാക്കരുത്. ഈ വർഷം ഏതോ ഒരു മാസം വരുന്നുണ്ട്. അപ്പോൾ നമ്മളും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഇല്ല, ബിഗ് ബോസിൽ ഇല്ല കേട്ടോ, നമ്മളതിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വീണ്ടും നമ്മൾ ഇവരുടെ സ്റ്റോറിയാണ്. സ്റ്റോറിയിലേക്ക് വരാം. അപ്പോൾ ഈ രണ്ടാൾക്കാരെ കാട്ടുതീരെ നിങ്ങൾ ഒരിക്കലും ഇനി എന്തായാലും മറക്കില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് പറയാൻ കാരണം അറിയോ? ദിയാകൃഷ്ണയുടെ സ്റ്റോറി ഉണ്ട്, ലൈഫ് ലെസൺ എന്ന് പറഞ്ഞിട്ട്. അതിന് മുന്നേ വേറെയും കുറേ സ്റ്റോറികളുണ്ട്, അത് പറയാം. കീപ് ഡൂയിങ് വാട്ട് യു ആർ ഡൂയിങ്, വി ആർ ഓൾ ബീങ് ജഡ്ജ് ബൈ സംവൺ ഹൂസ് who isn't even close to having their shit together. കീപ് ഡൂയിങ് വാട്ട് യു ആർ ഡൂയിങ്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുക. വി ആർ ഓൾ ബീങ് ജഡ്ജ്ഡ് ബൈ സംവൺ ഹൂ ഇസൻറ്റ് ഈവൻ ക്ലോസ് ടു ഹാവിങ് ദ ഷീറ്റ് ടുഗെദർ. അതായത് ഒപ്പം ഇരുന്ന്, അതാണ് എനിക്ക് മനസ്സിലാവുന്നത്, തെറ്റാണ് ക്ഷമിക്കണം കേട്ടോ, ഇംഗ്ലീഷ് പരിജ്ഞാനം കുറച്ച് കുറവായതുകൊണ്ടേ. അതായത് ഒപ്പം ഇടുന്ന അഭിയിടുന്നവർ പോലും അല്ലാത്തവർ, അഭിയിടുവാനായി ബന്ധം പോലും ഇല്ലാത്തവർ ആണ് നമ്മളെക്കുറിച്ച് ജഡ്ജ് ചെയ്ത് സംസാരിക്കുന്നത് എന്ന് ഉദ്ദേശിച്ചത് അതായിരിക്കാം അല്ലേ. വി ആർ ഓൾ ബീങ് ജഡ്ജ് ബൈ സംവൺ ഹൂസ് ഈവൻ ക്ലോസ് ടു ഹാവിങ് ദിസ്. അഭിയിട്ട ബന്ധം പോലും ഇല്ലാത്തവർ, മൂത്രമൊഴിച്ചപ്പോൾ തെറിച്ച ബന്ധം എന്നൊക്കെ പറയും, മുള്ളിയപ്പോൾ തെറിച്ച ബന്ധം, അതുപോലെ അപ്പിയിട്ടപ്പോൾ തെറിച്ച ബന്ധം പോലും ഇല്ലാത്തവരാണ്. അതിൻ്റെ ഇംഗ്ലീഷ് ആട്ടോ ഞാൻ സോറി ഈ ഷിറ്റിൻ്റെ മലയാളം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് സംസ്കാരമില്ല എന്നുള്ള പറഞ്ഞു തരണ്ട. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ കോട്ടുകളുടെ ഒരു ഈ കോട്ട മറ്റേ കോട്ടല്ല കേട്ടോ, ഈ കോട്ട്സ്, ഈ കോട്ടുകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു ഇന്നലെ ഇവരുടെ സ്റ്റോറി. എന്താണെന്നുണ്ടെങ്കിലും അവരുടെ കഥയിൽ നിന്ന് മനസ്സിലാവുന്നു അവർ സോറി പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. ലൈഫ് ലെസൺ, സേ സോറി, മാപ്പ് പറയുക. If you have made a mistake, hurt someone's feelings, broken something, let someone down, done something wrong, own up and say sorry. Own up and say sorry. അതായത് അതിനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുക ആൻഡ് സോറി പറയുക. ഇത് ആരുടെയോ കടമെടുത്ത ടീൻ ടൂൾ കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിൽ നിന്ന് കടമെടുത്തിട്ടുള്ള വാക്കുകളായതുകൊണ്ട് അത് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. ഒരുവിധ അങ്ങനത്തെ വാക്കുകളൊക്കെ അതിൽ പബ്ലിഷ് ചെയ്യും. പക്ഷേ ഇവർ അതിനടിയിൽ ഒരു ചെറിയ സാധനം എഴുതിയിട്ടുണ്ട്. ഇവർ ഈ കണ്ണിന് കാഴ്ചശക്തി കുറവുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണെന്ന് അറിയില്ല. അടിയിൽ സ്റ്റോറിൻ്റെ ഏറ്റവും അടിയിൽ എഴുതിക്കൊണ്ടിട്ട് നമുക്ക് അത്ര പിടിക്കുന്നില്ല കേട്ടോ. അത് കുറച്ചുകൂടി വലിയ അക്ഷരത്തിൽ എഴുതുക. അതാണ് ഈ കണ്ണും കാണില്ല ഭഗവാനെ, ഭൂതക്കണ്ണാടി വീണ്ടും എടുക്കേണ്ടി വരും. ഐ ഹാവ് പേഴ്സണലി ഡൺ മൈ പാർട്ട് ടു ദി കൺസേൺ പേഴ്സൺ വയ DM. ഞാൻ പേഴ്സണലി ഞാൻ അവർക്ക് DM ഡയറക്റ്റ് മെസ്സേജ് അങ്ങനെ ഒരു സാധനം ഉണ്ട് കേട്ടോ, പേഴ്സണൽ മെസ്സേജ് PM DM and I am guessing I have sorted out everything with him. എനിക്ക് തോന്നുന്നു ഞാനത് ആ ചങ്ങാതിനായിട്ട് സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക്സ് ടു സോ മെനി ഫോർ സപ്പോർട്ടിങ് മീ. അവരെ സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ അവർ നന്ദി. എതിർത്തവർക്ക് പിന്നെ എന്തെങ്കിലും തരണ്ടായിരിക്കും. ബട്ട് ഐ കെപ്റ്റ് തിങ്കിങ്, ഈ ബട്ടാണ്. സോറിയിൽ ഇഫ്സ് ആൻഡ് ബട്ട്സ് ഇല്ല. ഇഫ് ദാറ്റ് ഈസ് ദ കേസ് ഐ എം സോറി ബട്ട് ഈ രണ്ട് സാധനം ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സോറി മീൻസ് സോറി, യു അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്, യു റിയലൈസ് യുവർ മിസ്റ്റേക്ക് ആൻഡ് യു ആർ സേയിങ് സോറി, ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ സംഗതി ഇത് മനസ്സിലാക്കിയിട്ട് ഞാൻ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞത്. പക്ഷെ അവിടെ ബട്ടില്ല. പക്ഷെ ഇവിടെ ഒരു ബട്ട് കയറി വന്നു. ബട്ട് ഐ കെപ്റ്റ് തിങ്കിങ് വാട്ട് ഐ ഡിഡ് റോങ്. അത് ശരി, അതായിരുന്നല്ലേ. ശരിയാണ്, സ്വാഭാവികമായിട്ടും ചിന്തിക്കും ഞാൻ എന്നാലും എന്ത് തെറ്റാ ചെയ്തില്ലേ. പക്ഷെ മനസ്സിലായി തോന്നുന്നുണ്ട്. ആൻഡ് ഫിഗേർഡ് ഔട്ട്, മനസ്സിലായി. ആൻഡ് വാട്ട് ഐ ഡിഡ് അണ്ടർ എ കമന്റ് സെക്ഷൻ വിച്ച് ഐ കംപ്ലീറ്റ്ലി ഫോർഗോട്ട് അബൌട്ട്. അതായത് ഒരു കമന്റ് സെക്ഷൻ്റെ അടിയിൽ അവർ ചിരിച്ചിട്ടുള്ള അവർ മറന്നുപോയി. മറക്കാൻ പാടില്ല, മറവി രോഗം. ആൻഡ് ഐ ഹാവ് ടേക്കൺ ദാറ്റ് ഡൗൺ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഐ ഗോട്ട് ടു നോ മൈ മിസ്റ്റേക്ക്. തെറ്റ് മനസ്സിലായിട്ടോ, തെറ്റ് മനസ്സിലാക്കിയിട്ട് അവരത് ഒഴിവാക്കി. ആ ചിരിച്ച കമന്റ്, ദാറ്റ്സ് ജസ്റ്റ് നോട്ട് മൈ വേ ഓഫ് ലിവിങ്. അത് എൻ്റെ ജീവിത രീതിയല്ല, അത് ആരുടെ ജീവിത രീതിയായിരുന്നു. അത് ചിലപ്പോൾ അറിയാതെ പറ്റിപ്പോയതാവും. ചിലപ്പോൾ ഇവരൊന്നും അറിയുണ്ടാവില്ല, ഒരാൾ പരിചയം ഉണ്ടാവില്ല. ഈ സായിൻ്റെ ഭാര്യനെ ഒന്നാമത് അറിയില്ല. അപ്പോൾ അവർ സ്റ്റേജിൽ കയറിയിട്ട് ഉമ്മയ്ക്ക് കാണുമ്പോൾ എന്ത് പരിപാടിയാടാ എന്ന് വിചാരിക്കുന്നതിൻ്റെ അടിയിൽ വെറുതെ കമന്റ് സെക്ഷൻ നോക്കുക. എന്താണെന്ന് അറിയാൻ വേണ്ടി കമന്റ് സെക്ഷനിൽ പോയതായിരിക്കാം. അങ്ങനെ കമന്റ് സെക്ഷൻ നോക്കിയ സമയത്താണ് ഉയരം കുറഞ്ഞ പോലെ കുള്ളനെ വിളിക്കുന്നുണ്ടു. അപ്പോൾ അവിടെ കയറി ചിരിച്ചു. ഇത്രേ ചെയ്തുള്ളൂ. ആ ഒരൊറ്റ കാര്യം കൊണ്ടല്ലേ ഈശ്വരാ സ്മൈലിയിൽ ഒതുങ്ങിയത് ഭാഗ്യം. അതിൽ നിന്നില്ലായിരുന്നെങ്കിൽ. ഓക്കെ, സോ ഐ ഹാവ് ഡൺ മൈ പാർട്ട് ബിക്കോസ് ദാറ്റ്സ് ഹൗ ഐ വാസ് ബ്രോട്ട് അപ്പ്. എന്നെ വളർത്തിയത് അങ്ങനെയാണ്. ഇഫ് എനിവൺ എൽസ് ഫെൽറ്റ് ബാഡ് വിത്ത് മൈ കോമെന്റ്, ഐ എം സോറി ടു യു ഗൈസ് ടു. സാറില്ല, ഡോണ്ട് ബി. അത്
എന്തായാലും സോറി പറഞ്ഞത് വളരെ നല്ല കാര്യം. സോറി കാര്യമായിട്ട് മനസ്സെന്നാണ് വന്നതെങ്കിൽ നല്ല കാര്യം. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഈ കേക്കിൻ്റെ ഒരു വിഷയത്തിൽ നിന്നാണല്ലോ അത് കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മളിത് അവസാനിപ്പിക്കാൻ പോകട്ടെ. അതുകൊണ്ടാണ് ഇത് മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. പക്ഷേ പിന്നെയും എന്താ പറയുക, ഇത് ഫുള്ളും സംസാരിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരാൻ തോന്നുന്നു. അതിനുള്ള സാഹചര്യം ഒന്നുമില്ല. അതുകൊണ്ടാണ് കേക്കിൻ്റെ വിഷയത്തിലാണല്ലോ ഈ പ്രശ്നം തുടങ്ങിയത്. അപ്പോൾ അതിന് വേറൊരു സംഭവം കണ്ടു, ഈ ഫുഡ് വേസ്റ്റേജിൻ്റെ പ്രശ്നം കൊണ്ടാണ്, അതായത് ഭക്ഷണം വേസ്റ്റ് ആക്കുന്നത് ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞതെന്നുള്ളൂ. പക്ഷെ അതല്ലല്ലോ അതിൽ എഴുതിയിരുന്നത്. കേക്ക് പിന്നെ വേസ്റ്റ് ആക്കിയവനെ കൊല്ലുന്നല്ലല്ലോ എഴുതിയിരുന്നത് അല്ലേ? എൻ്റെ ഒരു സംശയം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കേട്ടോടത്ത് തെറ്റിയാണോന്ന് അറിയില്ല. കേക്ക് വേസ്റ്റ് ആക്കിയവനെ കൊന്നതല്ല, കേക്ക് വേസ്റ്റ് ആക്കിയവനെ കൊല്ലുന്നല്ല എഴുതിയെന്ന് തോന്നുന്നുണ്ട്. വോട്ടെവർ, വീണ്ടും ആ ഒരു പരിപാടിയിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. ഇതോടുകൂടി ഈ ഒരു സംഗതി മാറി കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരൊറ്റ കാര്യം മാത്രമേ, ഈ മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്ന കാര്യം, ഈ 2 ദിവസത്തെ ഇന്നലെയും എന്നാലും ഒരൊറ്റ ദിവസത്തെ സംഭവം കൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അത്ര മാത്രമേ ഉള്ളൂ. എല്ലാ പൊതുജനങ്ങൾക്കും സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരൊറ്റ പാഠം മാത്രമാണ് ഉൾക്കൊണ്ടിട്ട് അത് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശുഭദിനം ഉണ്ടായിരിക്കും. ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ജീവിതത്തിൽ നിങ്ങൾ എന്ത് മുടക്കിയാലും നിങ്ങൾ ബിഗ് ബോസ് മുടക്കരുത്. ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി ദയവ് ചെയ്ത് കാണുക. ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ജനറേഷനും ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ കാര്യങ്ങൾക്കും ഉദ്യമനത്തിനും പ്രോസ്പെരിറ്റിക്കും എല്ലാത്തിനും നല്ല അടിപൊളിയായിട്ടുള്ള പരിപാടി ബിഗ് ബോസ് ആണ്. അത് അറിഞ്ഞിരുന്നുവെങ്കിൽ സായി കൃഷ്ണനെ അറിയാമായിരുന്നു. അത് അറിഞ്ഞിരുന്നു, സീക്രട്ട് അല്ല കേട്ടോ, അത് അറിഞ്ഞിരുന്നെങ്കിൽ സായി കൃഷ്ണനെ അറിയാമായിരുന്നു, കാട്ടുതീയായ സിജോയെ അറിയാമായിരുന്നു, അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം അറിയാമായിരുന്നു. പിന്നെ നമ്മളെ കുറച്ച് ആൾക്കാരെയൊക്കെ അറിയാമായിരുന്നു അല്ലേ? അതുകൊണ്ട് എല്ലാവരും ബിഗ് ബോസ് ഒക്കെ കാണാം. വരാൻ പോകുന്നുണ്ട് ബിഗ് ബോസ് തോന്നുന്നുണ്ട്. നമ്മളെ റിവ്യൂ ഒക്കെ ഉണ്ടാവും, അതും കാണാം കൂട്ടത്തിൽ. അല്ലാപ്പം എന്താ അല്ലേ? വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് മറ്റൊരു ടോപ്പിക്കുമായി വരാമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ആരും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഭയങ്കര കഷ്ടമാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് എയറിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് ചർച്ച ചെയ്യാം. ഭഗവാനെ നമ്മളൊക്കെ എന്നാണോ എയറിൽ പോകുന്നത്? ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.